السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഏറെ സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വീണ്ടും ഈദ്ഗാഹിൻ്റെ ഒരുമിച്ച് കൂടൽ, ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. തൗഫീഖ് ലഭിച്ചു എന്ന് പറയാൻ പ്രത്യേകമായ കാരണമുണ്ട്. കൂട്ടിയിടിച്ച് പൊട്ടിച്ചിതറുന്ന മിസൈലുകളുടെ ഭീഷണിക്ക് താഴെയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലെ മുസ്ലിം സഹോദരങ്ങൾ ഈദ് നമസ്കരിക്കുന്നത്. അറബ് രാഷ്ട്രങ്ങളിൽ പലതും ഇന്ന് ഈദ് ഗാഹുകൾ ഇല്ല. സഹോദരങ്ങളെ, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കുവാനുള്ളത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആൻ ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. റബ്ബന ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ അക്രമികളായ ഈ ജനവിഭാഗത്തിന്റെ മർദ്ദനത്തിന് ഇരയാക്കരുതേ എന്ന്. റബ്ബന ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. ربنا لا تجعلنا فتنة للقوم الظالمين. ربنا لا تجعلنا فتنة للقوم الظالمين. നമ്മൾ പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഈ ഉമ്മത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തിരിച്ചറിവുണ്ടാകണം, നമുക്ക് ബോധ്യമുണ്ടാകണം. അതിലേറ്റവും പ്രധാനം നമ്മളൊക്കെ ആശ്രയിക്കുന്ന നമ്മുടെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് ലഭിക്കുന്ന സാമ്പത്തികമായ വരുമാനമുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ജീവിക്കാനുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറണം. അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതവും ലഭിച്ചെങ്കിലേ എല്ലാവർക്കും സ്വസ്ഥതയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലം. ഒരു മനുഷ്യൻ വിജയിച്ചു എന്നാണ്. ഖദ് അഫ്ലഹ, അവൻ വിജയിച്ചിരിക്കുന്നു. ആരാണ്? മൻ അസ്ലമ, ഒരു മുസ്ലിം ആകാൻ ഭാഗ്യം കിട്ടിയൊരു മനുഷ്യൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാം, വറുസിഖ കഫഫ, മതിയായ ഒരു ഭക്ഷണം, മതിയായ ഒരു ഉപജീവനം അവന് കിട്ടിയാൽ അവൻ വിജയിച്ചിരിക്കുന്നു. എന്നിട്ടും റസൂലുള്ളാഹി ഒന്നുകൂടി പറഞ്ഞു, വഖന്നഅഹുല്ലാഹു ലിമാ ആതാ, അവന് അള്ളാഹു നൽകിയത് കൊണ്ട് സംതൃപ്തിയോടുകൂടി ജീവിക്കാനും കൂടി കഴിഞ്ഞാൽ അവൻ സമ്പൂർണ്ണ വിജയിയായി എന്നാണ്.
നമുക്ക് വിജയികളാവാൻ പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. നമ്മളൊക്കെ ഒരു വിർച്വൽ ലോകത്താണ് ജീവിക്കുന്നത്, ഒരു സാങ്കല്പികമായ ലോകത്ത്. അവിടെ വലിയ സൗകര്യങ്ങളോട് കൂടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അവിടെ നിന്ന് മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒന്ന് യാഥാർത്ഥ്യ ബോധമുള്ള ലോകത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. എന്നിട്ട് 2 കൈകളും ഉയർത്തി ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, അള്ളാഹുവേ അസ്ലിഹ് ലീ ദീനി, എന്റെ ദീനിനെ നീ നന്നാക്കി നൽകണമേ, എന്റെ ദീനിനെ നീ നന്നാക്കി നൽകണം. അല്ലദീ ഹുവ ഇസ്മത്തു അംരി, എനിക്കൊരു പ്രതീക്ഷയുള്ളത്, എനിക്കൊരു സുരക്ഷിതത്വമുള്ളത് എന്റെ മതത്തിലാണ്. അതുകൊണ്ട് ആ മതത്തെ നീ എനിക്ക് നന്നാക്കി നൽകണം. വഅസ്ലിഹ് ലീ ദുനിയായ, റഹ്മാനെ എന്റെ ദുനിയാവിനെ നീ നന്നാക്കി നൽകണം. അല്ലത്തി ഫിഹാ മആശി, അതിലാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ജീവിക്കുന്ന ഈ ദുനിയാവ് അല്ലാഹുവേ നീ എനിക്ക് നന്നാക്കി നൽകണം. വഅസ്ലിഹ് ലീ, പടച്ചതമ്പുരാനെ എനിക്ക് നന്നാക്കി നൽകണം. ആഖിറത്തി, എന്റെ പരലോകത്തെ. അല്ലത്തി ഫിഹാ മആദി, അതിലേക്കാണ് എനിക്ക് മടങ്ങിപ്പോകാനുള്ളത്. അവിടെ എനിക്ക് നന്നാവണം. വജ്അലിൽ ഹയാത സിയാദതൻ ഫീ കുല്ലി ഖൈർ, വജ്അലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ. അല്ലാഹുവേ എല്ലാ ദുനിയാവിന്റെ നന്മകളും എനിക്ക് നൽകണം. വജ്അലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർർ, അല്ലാഹ് നീ എന്റെ മരണത്തെ ഏറ്റവും റാഹത്തുള്ള ഒരു മരണമാക്കണം. എല്ലാ ഷർറുകളിൽ നിന്നും എന്റെ മരണത്തെ കാത്തു സംരക്ഷിക്കണം. അല്ലാഹുമ്മ അസ്ലിഹ് ലീ എന്ന് ചോദിച്ച് റഹ്മാനായ റബ്ബിനോട് മനസ്സ് നിറഞ്ഞ ആത്മാർത്ഥമായി വിശ്വാസികളെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരു നാട്, ഈ ഒരു ലോകം നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. കാരണം ദീനാണ് ഏറ്റവും പ്രധാനം. കാരണം അത് ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. മരണാനന്തരമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജീവിതം അതാണല്ലോ. അതുകൊണ്ട് അത് നന്നാക്കിയെടുക്കാൻ നാം പരിശ്രമിക്കുമ്പോ അതിശക്തന്മാരായ ശത്രുക്കൾ നമുക്കുണ്ടാകും. അതിലേറ്റവും വലിയ ശക്തൻ പിശാചു തന്നെയാണ്. അവൻ ഇളക്കി വിടുന്ന ഓരോ കുതന്ത്രങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ ഒന്നിന് പിന്നാലെ ഒന്നായി ബാധിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മൾ ചില തിരിച്ചറിവുകൾ ഉള്ളവരായി മാറണം. നമുക്ക് ലക്ഷ്യബോധമുള്ളവരായി മാറണം. നാം ഏറ്റെടുത്തിട്ടുള്ള ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിലെ ആകാശഭൂമികൾ പർവ്വതങ്ങൾ ഏറ്റെടുക്കാൻ മടിച്ചുപോയ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശമാണ് മനുഷ്യരായ നമ്മൾ ഏറ്റെടുത്തത്. 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ വഹയിന്റെ സന്ദേശമാണ് 14 നൂറ്റാണ്ട് മുമ്പ് ദുർബലന്മാരായ നമ്മൾ ഏറ്റെടുക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ആളുകൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികളെ നമ്മൾ നന്നായി തിരിച്ചറിയണം. ഇന്ന് ലോകം ഒരു ചാപ്പയടിച്ച് സീലടിച്ച് ഒതുക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് ഇന്ന് ലോകം തന്നെയുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വിശകലനം ചെയ്താൽ അത് മനസ്സിലാകും. ഇന്ന് ഇസ്രായേൽ അമേരിക്കൻ അച്ചുതണ്ടിന്റെ ക്രൂരമായ വംശഹത്യക്കെതിരെ, അല്ലെ, അതിന്റെ ക്രൂരമായ വംശഹത്യകൾ ഫലസ്തീനിൽ നമ്മൾ കണ്ടു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ. അതിന് എതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ ഇന്നത്തെ ഒരു കാലത്തൊരു പ്രത്യേകത ഉണ്ട്. അവൻ ഇറാനെയും ഷിയായിസത്തെയും വെള്ളപൂശുന്നവനാണ് എന്ന് ചിത്രീകരിക്കുക, അല്ലെ. സയനിസത്തിനെതിരെ സംസാരിക്കുന്നവൻ ഇന്ന് ഷിയായിസത്തിന്റെ വക്താവായി ചിത്രീകരിക്കപ്പെടുന്ന, ചാപ്പ കുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് മീഡിയകളിലുണ്ട്, മനുഷ്യ മനസ്സുകളിൽ ഉണ്ട്. മറ്റൊരു ഭാഗത്തോ ഇന്നിന്റെ ലോകക്രമമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് നേരെ തിരിച്ചാണ്. ഷിയായിസത്തിന്റെ ഗൗരവം എന്താ? ഷിയായിസത്തിന്റെ അപകടം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ പേര് കേട്ടാൽ ലഅനത്ത് ചൊല്ലുന്ന, വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമല്ലെന്ന് വാദിക്കുന്ന, ഖിലാഫത്തിന്റെ മറ്റൊരു ചിത്രമാണെന്ന് പറഞ്ഞ് ഇമാമിയത്ത് വാദവുമായി കടന്നു വന്ന് ഹറമുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ശത്രുതാഭാവത്തോടു കൂടി ജീവിക്കുന്ന ഈ ഷിയായിസത്തിന്റെ അപകടങ്ങൾ ഇന്ന് ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ അവൻ ഇന്ന് സയനിസത്തിന്റെ ഏജന്റാണ്, അവൻ ഇസ്രായേലിന്റെ ഏജന്റാണ്. ഇങ്ങനെയാണ് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കൊന്നു മാത്രമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സയനിസത്തിന്റെ ഭീകരത തുറന്നു കാണിക്കണം, സയനിസത്തിന്റെ അപകടങ്ങൾ തുറന്നു കാണിക്കണം. അതോടൊപ്പം ഷിയായിസത്തെ നോർമലൈസ് ചെയ്തുകൂടാ, അതോടൊപ്പം തന്നെ ഷിയായിസത്തിന്റെ അപകടം പഠിപ്പിക്കുന്നതിനിടയിൽ
ഏറ്റവും നമുക്ക് സുരക്ഷിതത്വം സാമ്രാജ്യത്വമാണ് എന്ന് വെള്ളപൂശുന്ന നിലപാടുമുണ്ടായിക്കൂടാ. അതിന് ഇടയിലാണ് സത്യം ഉൾക്കൊള്ളുന്നത്. നാം അത് തിരിച്ചറിയണം. ഈ ചാപ്പകുത്തലിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കുക തന്നെ വേണം എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ, ഈ കലുഷിതമായ യുദ്ധാന്തരീക്ഷത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശ്വാസികളെ, പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങൾക്ക് ശേഷം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, എന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ, ഈ ലോകത്തിന്റെ പ്രതിസന്ധികൾക്ക് ഉത്തരം നൽകാൻ ലോകരക്ഷിതാവായ അല്ലാഹു മാത്രമാണ് എന്ന് ഉച്ചസ്ഥരം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എങ്കിൽ നാം കേൾക്കണം, നമ്മൾ അറിയണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശം ചെവി കാതോർത്ത് മനസ്സിലേക്കെടുത്തുകൊണ്ട് കേൾക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമളാനിന് ശേഷം ജനങ്ങളെ ഉപദേശിച്ചു. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നകും സുംതും ലില്ലാഹി 30 യൗമാ, നിങ്ങൾ 30 ദിനരാത്രങ്ങൾ അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വഖംതും ലില്ലാഹി 30 ലൈല, 30 ദിനരാത്രങ്ങൾ 30 രാവുകൾ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിച്ചിട്ടുണ്ട്. വ ഇന്നമാ ഖറജതും അൽയൗം, ഇന്ന് നിങ്ങൾ ഇതാ പുറപ്പെട്ടു വന്നിരിക്കുന്നു. എന്തിനാ വന്നത്? ലിതസ്അലൂ ലില്ലാഹി അൻ യതഖബ്ബല മിൻകും, ലിതസ്അലൂ ലില്ലാഹി അൻ യതഖബ്ബല മിൻകും, നാദാ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുവാനാണ് നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ ജനങ്ങളെ നോക്കിക്കൊണ്ട് പ്രഭാഷണം നടത്തുന്നുണ്ട്. നോക്കൂ നിങ്ങൾ വിശ്വാസികളെ, ഈ തഖബ്ബലല്ലാഹ് എന്ന് പറയാൻ, നാദാ സ്വീകരിക്കണമേ എന്ന് മനസ്സിൽ തട്ടിപ്പറയാൻ നമ്മുടെ ജീവിതത്തിൽ ചില ഗുണങ്ങൾ നിർബന്ധമായും ഉണ്ടാവണം. അതെന്താണെന്നറിയുമോ? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബദറിന്റെ സന്ദേശം, ഈ പരിശുദ്ധ റമളാനിൽ 17 സംഭവിച്ച ബദറിന്റെ സന്ദേശം ജീവിതത്തിന്റെ വെളിച്ചമായി മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതെന്താണ്? കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിച്ചു, അല്ലാഹ് കാക്കണേ എന്ന്. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണഭൂമിയിൽ, നാദാ ഈ ഒരു കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ ഈ ലോകത്ത് മുസ്ലിമീങ്ങൾ ഉണ്ടാവുകയില്ല എന്നല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. നിന്നെ മാത്രം റഹ്മാനെ, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചു സംഘം ഈ ദുനിയാവിൽ നിന്ന് വിഭാടനം ചെയ്യപ്പെടും. കാക്കണേ റഹ്മാനെ എന്നാണ് പ്രാർത്ഥിച്ചത്. ആരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചത്? ശിർക്ക് ചെയ്യാത്തവന്റെ പ്രാർത്ഥന, അള്ളാഹുവിനോട് മാത്രമുള്ളവന്റെ പ്രാർത്ഥന, അള്ളാഹുവിനോട് മാത്രം ചോദിച്ചപ്പോഴുള്ള പ്രാർത്ഥനയാണ്. അൽഫം മിനൽ മലായികത്തി മുർതഫീൻ, ആകാശലോകത്തിന്റെ കവാടങ്ങൾ തുറന്ന് ആയിരക്കണക്കിന് മലക്കുകൾ ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, വിശ്വാസികളെ, ജീവിതത്തിൽ റഹ്മാനായ റബ്ബിന്റെ സഹായം ലഭിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കറകളഞ്ഞ തൗഹീദിന്റെ വിശ്വാസം നമുക്കുണ്ടാവണം. വമൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ ശിർക്ക് ചെയ്തത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഈ ഉമ്മത്ത് നന്നാവണോ? ഈ ഉമ്മത്ത് രക്ഷപ്പെടണോ? ഈ ഉമ്മത്തിന്റെ കൈകൾ ഉയരുമ്പോ നാദം സ്വീകരിക്കണോ? ഈ തൗഹീദിന്റെ സന്ദേശം നെഞ്ചത്തുണ്ടാവണം. അറിഞ്ഞു വിശ്വസിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാദാ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന ആ പരിശുദ്ധമായ തൗഹീദ് നെഞ്ചകത്തിന്റെ ഉള്ളിൽ കത്തിജ്വലിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു പ്രാർത്ഥനകൾ സ്വീകരിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, രണ്ടാമത് നമുക്കുണ്ടാവണം, വല്ലാത്തൊരു തിരിച്ചറിവുണ്ടാവണം. എന്താണെന്നറിയോ? എല്ലാ തിന്മകളും മാറ്റിവെച്ച്, എല്ലാ ഹറാമുകളിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങി, മനസ്സിനെ മടക്കി വെച്ച് അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് മനസ്സും കാതും ശരീരവും കുടുംബസമേതം ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചത് ഒരു മാസക്കാലം. ഇനി അന്നെടുത്തൊരു തീരുമാനമുണ്ട്, അതിന് തുടക്കത്തിലെടുത്തൊരു തീരുമാനമുണ്ട്. എന്താ തീരുമാനം എന്നറിയോ? തിന്മയിലേക്ക് തിരിച്ചു പോകില്ല, തിന്മയിലേക്ക് തിരിച്ചു പോകില്ല. ദീനിന്റെ ജീവിതമാണ് എന്റെ വലുതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ തിന്മയിലേക്ക് തിരിച്ചു പോയിക്കൂടാ. എപ്പോഴാ ഒരാള് ദീനിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാന്നറിയോ? ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴാ പറ്റുകയെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യന് സന്തോഷം എന്ന് പറയുന്നത് അത് കിട്ടാനാണല്ലോ ജീവിക്കണേ. ആനന്ദം എന്ന് പറയുന്നത് അത് കിട്ടാനാണല്ലോ ജീവിക്കുന്നത്. അല്ലാഹ് പറയാ, ഒരു വിശ്വാസിക്ക് ദീനിലാണ് സന്തോഷവും ദീനിലാണ് ആനന്ദവും കണ്ടെത്താൻ കഴിയുന്നത് എങ്കിൽ
അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ദീനിന് പുറത്ത് സന്തോഷം അന്വേഷിക്കുന്ന അവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. വിശ്വാസം പറയാണ്, ദീന് പറയാണ്, ഖുർആൻ പറയാണ്, അള്ളാഹുവിന്റെ റസൂല് പറയാൻ. ഇസ്ലാം എന്ന് പറഞ്ഞ സമാധാനാണ്. ഇസ്ലാം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സ്വീകരിച്ചാൽ അവന് സമാധാനം കിട്ടും, അവന് സന്തോഷം കിട്ടും. മുഅ്മിൻ എന്ന് പറഞ്ഞ എന്താ? നിർഭയത്വമുള്ളവനാ, ഒരു പേടി ഉണ്ടാവില്ല, അവന് സന്തോഷായിരിക്കും, ആഹ്ലാദായിരിക്കും, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അല്ലദീന ആമനൂ, ഒരു കൂട്ടരുണ്ട്. അല്ലാഹ് പറയാ, ഒരു കൂട്ടരുണ്ട്, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട്, ഖുർആനിലേക്ക് മടങ്ങിയത് കൊണ്ട് അവരങ്ങ് സമാധാനപ്പെട്ടിരിക്കുന്നു, അവരങ്ങ് സമാധാനമടഞ്ഞിരിക്കുന്നു. എന്നിട്ട് അല്ലാഹ് ഒന്നുകൂടി വ്യക്തമാക്കിയില്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യ മനസ്സുകൾ സമാധാനമടയാനുള്ള ഏക മാർഗം ദീന് മാത്രമാണ്, അള്ളാഹുവിലേക്കുള്ള ഓർമ്മകളിലേക്കുള്ള മടക്കം മാത്രമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഈ റമളാനിൽ നമ്മൾ സന്തോഷിച്ചിട്ടുണ്ട്. വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ നമ്മൾ മറന്നു. രോഗം ഉണ്ടായിരുന്നു, നമ്മളെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല, ഒക്കെ നമ്മൾ മറന്ന് റബ്ബേ ഒരു സമാധാനത്തോടു കൂടി ജീവിച്ചു. ഇത് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ, ഇത് നഷ്ടപ്പെട്ടുകൂടാ. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സുഹൃത്തുക്കളെ, നമുക്കൊന്ന് പരിശോധിക്കാൻ. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കുക. ചോദ്യം ഉത്തരം കിട്ടുന്നുണ്ടോ? നമസ്കാരം അല്ലേ, 5 നേരത്തെ നമസ്കാരത്തിന് ചിട്ടയുണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടേണ്ടുന്നൊരു സംതൃപ്തി മണിക്കൂർ കണക്കിൽ റീൽസ് കാണുമ്പോഴാണോ നമുക്ക് കിട്ടുന്നത്? ചിന്തിക്കും. ഒരു ആഹ്ലാദം, ഒരു സന്തോഷം, സമയം പോണത് അറിയാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് മൊബൈൽ ഫോണിന്റെ റീൽസിന്റെ ലോകത്താണോ? എങ്കിൽ ഈ റമളാൻ ഒരു ഗുണവും ചെയ്തിട്ടില്ല. അള്ളാഹു കാക്കുമാറാവട്ടെ, അള്ളാഹു കാക്കുമാറാവട്ടെ. നമസ്കാരത്തിൽ നിന്ന് ആ ഒരു ആനന്ദം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇനി റമളാനിൽ ലഭിക്കാത്ത സന്തോഷമൊക്കെ പാടെ കിട്ടാൻ വേണ്ടിയിട്ട് പെരുന്നാളിനെ അടിച്ചു പൊളിക്കാനാണോ തീരുമാനം? തിയേറ്ററിൽ പോയിട്ടും അതുപോലെ മദ്യപിച്ചിട്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടും ഒക്കെയാണോ തീരുമാനം? ഉണ്ടോ? എങ്കിൽ ഈ റമളാൻ ഒരു ഫലവും നമുക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് റമളാന് ലഭിക്കാത്ത ഒരു സന്തോഷം പെരുന്നാളിന് തിയേറ്ററിലും മറ്റു കാര്യങ്ങളിലും പോകുമ്പോഴാണ് ലഭിക്കുന്നത് എങ്കിൽ റമളാൻ നമ്മെ പരിഗണിച്ചിട്ടില്ല എന്നർത്ഥം. ദീനി ഉപദേശങ്ങളിൽ നിന്ന് ലഭിക്കാത്ത ആനന്ദം അല്ലെ, ദീനിന്റെ പ്രഭാഷണങ്ങൾ, ദീനിന്റെ കാര്യങ്ങൾ, ദീനിന്റെ പഠനങ്ങൾ, അതിനൊന്നും ലഭിക്കാത്തൊരു ആനന്ദം ഗെയിം കളിക്കുമ്പോ അല്ലെങ്കിൽ അതുപോലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് ലഭിക്കുന്നത് എങ്കിൽ സഹോദര പേടിച്ചോ, ഈ റമളാൻ നമുക്കൊരു ഫലവും നൽകിയിട്ടില്ല എന്ന്. സഹോദരങ്ങളെ, ഭാര്യയുമായി സഹവസിക്കുമ്പോ, അവളോടൊപ്പം ഇരിക്കുമ്പോ കിട്ടാത്ത സംതൃപ്തി തന്റെ സഹപ്രവർത്തകയുമായി സല്ലപിക്കുമ്പോഴാണോ ലഭിക്കുന്നത്? ചിന്തിക്കേണ്ടതില്ലേ? അപ്പോഴാണോ കിട്ടുന്നത്? എങ്കിൽ പേടിച്ചോ, അള്ളാഹുവിന്റെ ദീനുമായി നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. നാം മുനാഫിഖാണ്, കപടനാണ്, അള്ളാഹു ഇഷ്ടപ്പെടാത്ത മിന്ദർഖിൽ അസ്ഫൽ, നരകത്തിന്റെ അവകാശിയാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഭർത്താവുമായി ഇടപഴകുമ്പോൾ ലഭിക്കാത്ത വൈകാരികത മറ്റു പുരുഷന്മാരുമായി സഹവസിക്കുമ്പോഴാണോ സഹോദരിമാരെ നിങ്ങൾക്ക് കിട്ടുന്നത്? എങ്കിൽ ദീൻ നിങ്ങൾക്ക് സമാധാനമായിട്ടില്ല, ദീൻ സന്തോഷം നൽകുന്നില്ല, ദീന് നിങ്ങൾക്ക് ആഹ്ലാദം നൽകുന്നില്ല. അതുകൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ദിക്റുകളും നമ്മുടെ ദുആകളും ചൊല്ലുമ്പോൾ ലഭിക്കാത്ത ആനന്ദം നമ്മുടെ കാറിൽ മുഴങ്ങുന്ന DJ ശബ്ദത്തിൽ, മ്യൂസിക്കിന്റെ അതിശക്തമായ ശബ്ദത്തിൽ നിന്നാണോ കിട്ടുന്നത്? കാതുകളിൽ മുഴങ്ങുന്ന മ്യൂസിക്കിൽ നിന്നാണോ കിട്ടുന്നത്? എങ്കിൽ അള്ളാഹു നമ്മെ പരിഗണിച്ചിട്ടില്ല, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനിത് പറഞ്ഞത് എന്തിനെന്നറിയുമോ? നമസ്കാരത്തിനൊരു ആനന്ദമുണ്ട്, നമസ്കാരത്തിനൊരു സംതൃപ്തിയുണ്ട്, നമസ്കാരത്തിനൊരു ആഹ്ലാദമുണ്ട്, നമസ്കാരത്തിനൊരു നിർവൃതിയുണ്ട്, നമസ്കാരത്തിനൊരു പ്രതീക്ഷയുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ അന്നിസാഉ വത്വയ്യിബ്, ഈ ദുനിയാവിൽ നിന്ന് പെണ്ണുങ്ങളെ കുറിച്ചും സുഗന്ധത്തെക്കുറിച്ചും അള്ളാഹു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി തന്നു. എനിക്കത് ഇഷ്ടായിരുന്നു നമ്മളെപ്പോലെ തന്നെ. പക്ഷേ എന്റെ കണ്ണിന്റെ കുളിർമ, എന്റെ കണ്ണിന്റെ ആനന്ദം എനിക്ക് നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇരിക്കെ ഒരു വലിയ ശബ്ദം കേട്ടു. എല്ലാവരും ബേജാറായി, പ്രവാചകനെ കാണാനില്ല. എല്ലാവരും ചെന്ന് നോക്കുക, അവിടെ ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരിക. അപ്പൊ റസൂലുള്ളാഹി നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ എന്തിപ്പോ നിസ്കരിച്ച്? അള്ളാഹിന്റെ റസൂൽ പറയാ, ഖിയാമത്തെങ്ങാനും സംഭവിച്ചാൽ ഞാൻ അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോ നിസ്കാരത്തിലാക്കോട്ടെ.
വിശ്വാസികളെ, നമ്മുടെ ഈ ജീവിതം ഈ റമദാനും കഴിഞ്ഞ് ഈ ശവ്വാൽപ്പറ കണ്ട് സന്തോഷിച്ച് പുത്തനുടുപ്പിട്ടിരിക്കുമ്പോ, ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മളെക്കുറിച്ചൊന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കും. എവിടെയെങ്കിലും ഒരു പാളിച്ചുണ്ടോ? തിരിച്ചു പോകാൻ പറ്റൂല കേട്ടോ, തിരിച്ചു പോകാൻ പറ്റൂല. ഒരു ചാൻസ് ഇനി റഹ്മാനായ റബ്ബ് തരുമെന്ന് നമ്മൾ അറിയേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ കയ്യിൽ എന്തായിരുന്നു? വിശുദ്ധ ഖുർആനായിരുന്നു. 5 തവണ 6 തവണക്ക് ഓതിയ ആളുകൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഞാൻ 6 തവണ പൂർത്തിയാക്കി, 5ആയി, 3ആയി, 2ആയി. അല്ലേ? പലരും ഹിഫ്ളാക്കിയിട്ടുണ്ട്, പലരും പുതിയ പുതിയ സൂറത്തുകൾ മനഃപ്പാഠമാക്കി. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതാണ് മുസ്ലിമിന്റെ സന്തോഷം, അതാണ് മുഅ്മിനിന്റെ ആഹ്ലാദം. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ബിഫദ്ലില്ലാഹി വ ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ ശ്രേഷ്ഠത കൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു നൽകിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ആനന്ദം. ഫബിദാലിക ഫൽയഫ്റഹൂ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അതിന്റെ പാരായണം, അതിന്റെ പഠനം, അത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള സംതൃപ്തി നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുക. എന്നിട്ട് അല്ലാഹ് പറഞ്ഞെന്താണെന്നറിയോ? ഹുവ, അതാട്ടോ, ഖൈറും മിമ്മാ യജ്മഉൻ, നിങ്ങൾ എന്തൊക്കെ സമ്പാദിച്ചു കൂട്ടിയാലും, എന്തൊക്കെ സ്വർണമോ കച്ചവടമോ ബിൽഡിങ്ങോ ജോലിയോ എന്തൊക്കെ സമ്പാദിച്ചു കൂട്ടിയാലും അതിനേക്കാൾ മികച്ചു നിൽക്കുന്നത് ഈ വിശുദ്ധ ഖുർആൻ ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ലൈസൽ ഗിന, ഒരു ധന്യത, സന്തോഷം എന്നൊക്കെ പറയുന്നത് അൻ കസ്റത്തിൽ അർള്, ഭൗതികമായ സ്വത്ത് കിട്ടുന്നതിനല്ല. കുറെ സ്വത്തുണ്ടായതിനെ കൊണ്ടൊന്നും ആർക്കും ഒരു സന്തോഷം ഉണ്ടാവില്ല. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷമാണ്, നിങ്ങളുടെ മനസ്സിന്റെ സംതൃപ്തിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നാലെ പോണ സംഗതികളുണ്ടല്ലോ. അതേതാ? അന്ന് ഇരുണ്ട യുഗത്തിൽ, ജാഹിലിയത്തിൽ ആളുകളൊക്കെ അതിന്റെ പിന്നാലെ തന്നെയായിരുന്നു. 1 യുദ്ധം, 2 പെണ്ണ്, 3 ലഹരി. അല്ലേ? ഇത് 3 തന്നെയാണ് എന്നും ലോകത്ത് മനുഷ്യനെ വഴിതെറ്റിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് ഇസ്ലാം മെല്ലെ മെല്ലെ ഇങ്ങനെ കൊണ്ടുവന്ന് ആ മനുഷ്യരൊക്കെ മാറ്റിയത്. ഇന്ന് ലോകം അതിന്റെ പിന്നാലെ തന്നെ അല്ലേ സഹോദരങ്ങളെ? എപ്സ്റ്റീൻ ഫയൽസ് ഒന്ന് പരിശോധിക്കും. നാറുന്ന കഥകൾ എന്തേ കേട്ടത്? ലോകത്ത് വലിയ വിദ്യാഭ്യാസമുള്ളവർ, ലോകത്തിന്റെ ഏറ്റവും അമരങ്ങളിൽ ഇരിക്കുന്നവർ, ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നവർ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ദ്വീപിലേക്ക് കടന്നുപോയി മ്ലേച്ഛതകളുടെ ലോകത്ത് അഭിരമിച്ചതിന് ചിത്രമാണ് എപ്സ്റ്റീൻ ഫയൽസുകൾ പറഞ്ഞത്. ഇന്നും ആധുനിക ലോകവും അതന്നെ കഥ. നമ്മൾ തിരിച്ചറിയണം. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറഞ്ഞു, ലൻ യുസ്ലിഹ ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അവസാന കാലം നന്നാവുകയില്ല ഇല്ലാ മാ അസ്ലഹ അവ്വലഹാ, അവരുടെ 1-ാം തീയതി അവരെ നന്നാക്കിയ ഒരു സംഗതി ഉണ്ട്. അത് ഖുർആനാണ്, അത് അല്ലാഹുവിന്റെ വഹ്യാണ്. 14 നൂറ്റാണ്ട് മുമ്പ് മദ്യത്തിന്റെയും ലഹരിയുടെയും പലിശയുടെയും ചൂതാട്ടത്തിന്റെയും യുദ്ധങ്ങളുടെയും നടുവിൽ വേറികൊണ്ടിരുന്ന ആ സമൂഹത്തോടാണ് അല്ലാഹ് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മടങ്ങണേ, നാളെ പരലോകമുണ്ടെന്ന്. അതിലേക്ക് മടങ്ങിയാലാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മഹാസൗഭാഗ്യത്തിലാണ്, മഹാ തൗഫീഖിലാണ് നമ്മളുള്ളത്. ഹറാമുകളുടെ ലോകത്തുനിന്ന് സുരക്ഷിതമായി ഖുർആൻ വലത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതിന്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കാനുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരാണ് നമ്മൾ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശ്വാസികളെ, ജീവിതത്തെ തിരിച്ചറിയുമ്പോഴാണ് പെരുന്നാളിന്റെ സന്ദേശം ഏറ്റവും സുന്ദരമായി തീരുന്നത്. മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ തിരഞ്ഞെടുപ്പിന്റെ ഒരു മുഖത്തുകൂടിയാണ് ജീവിക്കുന്നത്. വല്ലാത്തൊരു സാഹചര്യം നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സാമൂഹിക ജീവിതത്തെയും മതപരമായ അവകാശത്തെയും സാരമായി ബാധിക്കുന്ന ഒന്നാണ് രാഷ്ട്രീയം. അതിലാർക്കും തർക്കമില്ല. പക്ഷേ ക്രിയാത്മകമായി ഇടപെടാൻ നമുക്ക് പറ്റണം. ഓരോ സഹോദരന്മാരും ക്രിയാത്മകമായി ഇടപെടണം. നമുക്ക് പറയാനുള്ളത്, അരാഷ്ട്രീയവാദം നമുക്കില്ല, അരാഷ്ട്രീയവാദം നമുക്കില്ല. അതുപോലെ തന്നെ അവിശുദ്ധ രാഷ്ട്രീയവും നമുക്കില്ല. അതിന് രണ്ടിനും ഇടയിൽ നിന്നാണ് നമ്മൾ വ്യക്തിത്വം രൂപപ്പെടുത്തി ഏറ്റവും സംശുദ്ധമായ ഒരു ജീവിതം നമ്മൾ നയിക്കുന്നത്. മതം അടിയറ വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് ഇല്ല. നമ്മുടെ ലക്ഷ്യം വർഗീയ മുക്തമായ ഒരു കേരളമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് കൂടി നമ്മൾ അറിയണം. നമ്മൾ ചൊല്ലുന്ന തക്ബീർ ഉണ്ടല്ലോ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് മഹാൻ. ആ റഹ്മാനായ റബ്ബ് നാം നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചാൽ മതപരമായി ജീവിക്കാൻ, മതത്തെ പ്രബോധനം ചെയ്യാൻ,
മതത്തോടു കൂടി ജീവിച്ച് പരസ്പരം സൗഹൃദത്തോടു കൂടി ഈ രാജ്യം നൽകുന്ന അവകാശങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ മുക്കോടതിയിലേക്ക് തിരിച്ചു പോകാനുള്ള തൗഫീഖ് കിട്ടും. പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരം ഉണ്ടാകണം. മറ്റൊന്ന് സഹോദരങ്ങളെ, ഈ ഒരു ഈദ്ഗാഹിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ മനസ്സിൽ തക്ബീറിന്റെ ആ ധ്വനികളുടെ സന്ദേശം ഉണ്ടാവണം. അതെന്താണെന്നറിയോ? ഈ ഇബാദത്ത് നഷ്ടപ്പെടാതെ അത് കാത്തു സൂക്ഷിക്കാൻ ജമാഅത്ത് നമസ്കാരങ്ങളെ സംരക്ഷിക്കണം. ഇന്നത്തെ സുബഹി നഷ്ടപ്പെട്ടിട്ടില്ല, ദുഹറും നഷ്ടപ്പെടില്ല, എന്തു തിരക്കാണെങ്കിലും, അസർ നഷ്ടപ്പെടില്ല, എന്താഘോഷമാണെങ്കിലും എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഇബാദത്താവുന്ന ചെങ്ങലയിൽ നമ്മുടെ മനസ്സിനെ കൃത്യമായി ബന്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ നോമ്പിന് തുടർന്ന് മൻ സ്വാമ റമളാന സുമ്മ അത്ബഅഹു, അതിനെ തുടർന്നുകൊണ്ട് സിത്തൻ മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്ന് 6 നോമ്പുകൾ ഒരാൾ തുടർച്ചയായി ചെയ്താൽ കാനക സിയാമുദ്ദഹർ, ഒരു വർഷം, ഒരു കാലം നോമ്പനുഷ്ഠിച്ചവനെ പോലെ ആയിത്തീരും. എങ്ങനെ പണ്ഡിതന്മാര് പറഞ്ഞത്? 30 നോമ്പ് കിട്ടി, 10 പ്രതിഫലം 300, 6 എണ്ണം 10, അങ്ങനെ 360 ദിവസം നോമ്പനുഷ്ഠിച്ചത് പോലെ അവനായിത്തീരാൻ ഇത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദീനിന്റെ പവിത്രത നഷ്ടപ്പെടാതിരിക്കാൻ ഒരു തുടർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ ധാരാളമായി ദാനം ചെയ്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, തുടർച്ചയുണ്ടാവണം, അവസാനിപ്പിച്ചുകൂടാ. മറ്റൊന്ന് സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യം കുടുംബ ബന്ധം തന്നെയാണ്, രക്തബന്ധം തന്നെയാണ്. ഇന്ന് സന്ദർശിക്കാത്ത ഒരാളും ഉണ്ടായിക്കൂടാ. പരസ്പരം സന്ദർശിച്ച് ആലിംഗനം ചെയ്ത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന്, അതാ എന്റെയും എന്റെ ജ്യേഷ്ഠന്റെയും എന്റെ അമ്മോവന്റെയും എന്റെ ളാപ്പയുടെയും എന്റെ കുടുംബത്തിന്റെയും സ്വീകരിക്കണേ നാഥാ എന്ന് പറയുമ്പോ ഒരു ആത്മനിർവൃതിയുണ്ട്. അത് ലഭിക്കുന്ന കുടുംബ സന്ദർശനങ്ങൾ, ബന്ധം പുതുക്കലുകൾ നമുക്ക് ഉണ്ടാവണം. അതോടൊപ്പം സഹോദരങ്ങളെ, ജീവിതത്തിൽ ദീനുമായി ബന്ധപ്പെട്ട ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ഞാൻ മുന്നിലുണ്ടാകുമെന്ന് ഈ ഈദ്ഗാഹിൽ ഇരുന്നു കൊണ്ട് നമ്മൾ തീരുമാനിക്കണം. ഇൻഷാ അല്ലാഹ് ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെട്ട സഹോദരങ്ങളുണ്ട്. അവരുടെ ഹജ്ജ് മഖബൂലും മബ്റൂറുമാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ തന്നെയും ആളുകളുണ്ട്. റഹ്മാനായ റബ്ബ് അവർക്കും കുടുംബത്തിനുമൊക്കെ അർഹമായ പ്രതിഫലം ലഭിക്കുമാറ് കൃത്യമായി ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത ആഴ്ച നമ്മുടെ ഹജ്ജ് ക്യാമ്പുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കണം. ഇങ്ങനെ നന്മയുടെ ഓരോ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. നമ്മുടെ വിദ്യാർത്ഥികളുടെ മദ്രസ പഠനം, സിആർഇ പഠനം, ഇങ്ങനെ തുടങ്ങി നമ്മുടെ മക്കളെ കൈപ്പിടിച്ചു കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികമായി വൽക്കരിച്ച് നമ്മുടെ സഹോദരിമാർ ഇസ്ലാമിക വസ്ത്രം ധരിച്ച് ഈമാനികമായി ജീവിക്കുന്ന ഒരു നല്ല സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നല്ല തീരുമാനത്തോടു കൂടി ഉണ്ടാവണം. അതിനാണ് ശവ്വാൽ പറയിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയ മഹാൻ എന്ന് നമ്മൾ ഉറക്കെ പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് സുരക്ഷിതത്വം നൽകുമാറാവട്ടെ. നാഥൻ അവരെ സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ റഹ്മാനായ റബ്ബേ നീ കാത്തു സംരക്ഷിക്കണമേ തമ്പുരാനെ. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകല പ്രതിസന്ധികളിൽ നിന്നും ഈ ഉമ്മത്തിനെ സഹായിക്കണേ റഹ്മാനെ. ഫലസ്തീനിന്റെ മണ്ണിൽ ചോരൊലിച്ചു കിടക്കുന്ന നമ്മുടെ ബാല്യങ്ങൾക്ക് അള്ളാഹു ഒരു പുതുജീവൻ നൽകി ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ളവരായി ജീവിപ്പിക്കാൻ, ലോകത്തിന് മാതൃകയാകാൻ അള്ളാഹുവെ അവർക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളൊക്കെ അല്ലാഹ് നീ ഞങ്ങൾക്ക് പുറത്തു നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അല്ലാഹുവേ നീ വിശാലമാക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.